ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൽവാർ ബോട്ടം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതാണ്. അതിനായിട്ട് ഇതിവിടെ കട്ടിംഗ് ഒക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബോട്ടത്തിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഈ ഒരു വീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബോട്ടം ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം എൻ്റെ അടുത്ത് ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുക തന്നെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഒരു 4 സ്റ്റിച്ച് വേണമെങ്കിൽ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലുള്ളൊരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 2 കാലും, അതായത് 2 ബോട്ടത്തിൻ്റെ 2 കാലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് താഴെ. പിന്നെ 2 പാൻറ്റിൻ്റെ 2 കാലും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ചെയ്യാൻ പോകുന്നത് പാൻറ്റിനുള്ള കയറാണ്. നമുക്കിപ്പോൾ കയറ് തയ്ക്കണമെങ്കിൽ സെയിം പീസ് തന്നെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെയിം പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് കയറ് കട്ട് ചെയ്തെടുക്കാം. റെഡിമെയ്ഡ് കയറാണെങ്കിൽ അങ്ങനെ, അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ പാൻറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ വെച്ചിട്ട് നമുക്ക് കയറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള കയറിന് ആവശ്യത്തിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിട്ട് കയറടിക്കാനായിട്ട് ഇതുപോലെയാണ് 2 സൈഡും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെയാണ് കയറടിക്കേണ്ടത്. ഈ പീസിൻ്റെ 2 സൈഡും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പാൻറ്റിൻ്റെ കയറൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് സീറ്റ് പീസാണ്. സീറ്റ് പീസിൽ 2 പീസായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് നമുക്ക് 2 ആക്കി ഇതുപോലെ ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ അളവ് പാൻറ്റ് എടുക്കുക. ഇതുപോലെ എന്നിട്ട് ഇത് ഇടുപ്പിൻ്റെ ഭാഗം, അതായത് കെട്ടുന്ന ഭാഗമാണ്, പാൻറ്റിൻ്റെ മേൽഭാഗമാണ്. ഇതുപോലെ കറക്റ്റായിട്ട് അളവ് വയ്ക്കുക. വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഇത് തയ്യൽ തുമ്പ് ഓപ്പൺ പീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കയറിടുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് വിടണം. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ അടിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് അകലത്തിൽ. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് വിടുക. അതായത് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ട് അതിൻ്റെ താഴെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ 1 ഇഞ്ച് ഗ്യാപ്പ് വിടുന്നത് നമുക്ക് കയറിടാൻ വേണ്ടിയിട്ടുള്ള ഹോളിനാണ്. ഇതുപോലെ ഒരു ഹോള് വരും. ഇതിനാണ് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത് തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ അടിമറിച്ചിട്ട് ഈ 2 സൈഡും ഇതുപോലെ അപ്പറും ഇപ്പറും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സീറ്റ് പീസിൻ്റെ മേലെ നമ്മൾക്ക് കയറ് കെട്ടുന്ന ഭാഗം, ആ ഓപ്പൺ ഭാഗം നല്ല ഫിനിഷിങ് പോലെ തയ്ക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. ഇതുപോലെ കറക്റ്റായിട്ട് അടിവശത്തേക്ക് ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ 2 ഭാഗവും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇതുപോലെ ഫോൾഡ് ചെയ്യാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫിനിഷിങ്ങായി ഇതുപോലെയാണ് കയറിടാനുള്ള ഹോളും വെച്ചിരിക്കുന്നത്. ഈ അടുത്ത് നമുക്ക് കയറെടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ
ഉള്ളിലൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അടിയിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതുപോലെയാണ് കയറിടേണ്ട ഹോള് വന്നിട്ടുള്ളത്. ഇതുപോലെ അടിയിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് വീതിയിൽ നമ്മൾക്ക് ഇത് ചുറ്റും ഈ കയറും ഈ ഇതിൻ്റെ ഈ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഈ കയറും വെച്ചിട്ട് നമുക്ക് ഈ സീറ്റ് പീസിൻ്റെ ചുറ്റും 1 ഇഞ്ച് അളവിൽ നമ്മൾക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൽവാർ ബോട്ടം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ടൈലർ ഷോപ്പിൽ നിന്നൊക്കെ ഷോപ്പുകളിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് കയറ് കെട്ടുന്ന ഓപ്പൺ ഭാഗം വന്നിട്ടുള്ളത്. ഇതുപോലെയാണ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ സൽവാർ ബോട്ടത്തിൽ സൈഡിലാണ് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഇതുപോലെ 2 മടക്കാക്കി ഇട്ടിട്ട് സൈഡ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൈഡ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീറ്റ് പീസിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത പാൻറ്റിൻ്റെ കാല് വരുന്ന പീസാണ്. ഇതുപോലെ ഇതിൽ ഇതുപോലുള്ളൊരു ഷേപ്പ് ഉണ്ട്. നമ്മുടെ പാൻറ്റിന് കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഈ ഷേപ്പ് ഇതാണ് സെൻറ്റർ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പിൽ ഈ ഭാഗം ഒന്ന് ഷേപ്പ് ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 ഭാഗവും ജോയിൻ്റ് ചെയ്തെടുക്കുക. ഈ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം സെൻറ്ററിലാണ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ സൽവാർ ബോട്ടത്തിൽ പ്ലീറ്റ്സ് ഇടുന്നത് ഇതുപോലെ സെൻറ്ററിൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സൈഡിലും ഇടാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് സൈഡിലാണ്. അപ്പോൾ ആ സൈഡിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഈ പീസും ഇതുപോലെ 2 ആക്കി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്യുന്നത് പ്ലീറ്റ്സ് ഇടുമ്പോൾ അത് ഒന്ന് എന്താ പറയുക, ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ നീങ്ങി പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നത്. ഇനി അടുത്ത് പാൻറ്റിൻ്റെ ഇതുപോലെ കാൽഭാഗം താഴെ നമ്മുടെ അളവ് പാൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സെൻറ്ററിൽ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് നമുക്ക് നിർത്തി കൊടുക്കാം. എന്നിട്ട് അടുത്ത കാലും ഇതുപോലെ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് അടുത്ത കാലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കാലും ഒരേ ലൂസ് അളവിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ സെൻറ്ററിൽ നമ്മൾ അതിന് ശേഷം ഇതൊന്ന് വലിച്ചു കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിട്ടതിന് ശേഷം പാൻറ്റിൻ്റെ 2 കാലും ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ വലിക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിട്ടതൊക്കെ ഒന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് പിന്നെ അടുത്ത് 1 സ്റ്റിച്ചോ 2 സ്റ്റിച്ചോ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്കിതെങ്ങനെ ജോയിൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് സീറ്റ് പീസ് ചെയ്ത് നല്ല വശത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പാൻറ്റ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തതും ഇങ്ങനെ വെക്കുകയാണ്. ഞാനിപ്പോൾ ഇത് സൈഡിൽ നിന്നാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നേരത്തെ നമ്മൾ സൈഡ് മാർക്ക് ചെയ്തതിൻ്റെ സൈഡും ഇതുപോലെ ഒരുമിച്ച് നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് തന്നെ പ്ലീറ്റ് ഇട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സൈഡ് പ്ലേറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സീറ്റ് പീസിൻ്റെ പാൻറ്റിൻ്റെ കാലിൻ്റെ പീസിൻ്റെ ജോയിൻറ്റുകൾ സെൻറ്ററിൽ വരുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇതിൽ കറക്റ്റായി വന്നിട്ടുണ്ട്. 2 പീസിൻ്റെയും സെൻറ്റർ ജോയിൻറ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സൈഡും ഇതേപോലെ കറക്റ്റ് അളവിൽ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ട്
നമ്മൾ ഒരു വശത്ത് എത്ര ഗ്യാപ്പിലാണോ പ്ലീറ്റ് ഇട്ടത് അതേ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ മറുവശത്തും അതേ അളവിൽ തന്നെ പ്ലീറ്റ് ഇടുക. സൽവാർ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്, എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ പഴയ 1-2 പീസിൽ പഠിക്കുക, എന്നിട്ട് പുതിയ പീസിൽ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇതുപോലെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈഡിലാണെങ്കിലും സെൻറ്ററിലാണെങ്കിലും നമ്മൾ ബോട്ടത്തിൽ അതായത് പ്ലീറ്റ്സുകൾ ഇടുമ്പോൾ വൺ സൈഡ് എത്രയാണോ വന്നത് അത് തന്നെ അടുത്ത സൈഡും ഇടണം. അത്ര അടുത്ത സൈഡും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശേഷം ഇനി ഇതിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റൗണ്ടിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ഓപ്പണിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിച്ച പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് പോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ പ്ലീറ്റ്സുകൾ ഇടുമ്പോഴും ഇതുപോലെ സൈഡിൽ വൺ സൈഡ് എത്രയാണോ വന്നത് അതേപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ സെൻറ്ററിൽ നമ്മൾ എത്ര പ്ലീറ്റ്സ് സെൻറ്ററിൽ ഇടുകയാണെങ്കിലും ഫ്രണ്ടിൽ എത്രയാണോ വന്നത് അത്ര തന്നെ ബാക്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.